ഗൈസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒരു ചെറിയ വീഡിയോയുടെ ചെറിയ പോർഷൻ മാത്രം കണ്ടിട്ട് അതിൽ നിന്ന് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കുറെ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ആക്ച്വലി 1.5 മില്യൺ ആൾക്കാർ കണ്ടു. അത്ര ആൾക്കാർ ഞാൻ പറഞ്ഞൊരു കാര്യം തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ആക്ച്വലി ആ ഒരു ഡിബേറ്റ് ലിവിങ് ടുഗദർ വേഴ്സസ് ട്രഡീഷണൽ മാരേജ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലായിരുന്നു. എന്റെ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിച്ച എന്നെ ഒരു പുരുഷ വിരോധിയായിട്ടാണ് പല ആൾക്കാർ ചിത്രീകരിച്ചത്. ഈ മാരേജ് എന്ന് പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അവരിൽ ആദ്യം തന്നെ ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അവരെ വീടിനകത്ത് അടച്ചിട്ട് അടിമപ്പെടുത്തുന്ന ഒരു കൾച്ചറാണ് എന്നുള്ള രീതിയിൽ ഒരാൾ സംസാരിച്ച സമയത്താണ് ഞാൻ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചത്. അതങ്ങനെയല്ല. സ്ത്രീക്ക് മാത്രമേ പ്രസവിക്കാൻ സാധിക്കുള്ളൂ, അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. സ്ത്രീക്ക് മാത്രമേ പ്രസവിക്കാൻ സാധിക്കുള്ളൂ, അത് അനിവാര്യവുമാണ്. അപ്പോൾ അതില്ലാണ്ട് പറ്റില്ല. ഒരു ലോകത്തിന്റെ മുന്നോട്ട് പോക്കിന് അതില്ലാണ്ട് പറ്റില്ല. ഈ മാരേജ് എന്ന് പറയുന്ന ഒരിക്കലും ആർക്കും ആരെ അടിമപ്പെടുത്താനുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. അത് പരസ്പര സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ പരസ്പര വിശ്വാസത്തിന്റെയും റെസ്പെക്റ്റിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാധനമാണ് ഈ മാരേജ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത്. അതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ലിവിങ് ടുഗദർ മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ ഒരാൾ സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. അറ്റവും മുറിയും കേൾക്കാതെ ആരെയും വിമർശിക്കരുത്. അറ്റവും മുറിയും കേൾക്കാതെ ആരെയും വിമർശിക്കരുത്. അത് പറഞ്ഞതിൽ എന്താ തെറ്റ്? കല്യാണം കഴിച്ചുകൊണ്ട് കുട്ടി ഉണ്ടാക്കിയിട്ട് വീടിനകത്തുള്ളിൽ ഇരുത്താനല്ല എന്നാണ് ആ കുട്ടി ഉദ്ദേശിച്ചത്. അത് ചെറിയൊരു പോർഷൻ കണ്ടിട്ട് ആൾക്കാർ ഇട്ട് ഭയങ്കരമായിട്ട് വലിച്ചു കയറണ കണ്ടു. ഒരു പാർട്ടി വെച്ച് ഈ കുട്ടിയെ വിമർശിക്കുന്നേ കണ്ടു. അത് തെറ്റായ കാര്യമാണ്. ഫുള്ളും കാണാതെ നമ്മൾ ഒരാളും വിലയിരുത്തരുത്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് തന്നെ പ്രസവിക്കാനുള്ള, പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു ഫ്രീഡം. ആ ഫ്രീഡത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. അതൊന്നും ഇല്ലാതെ ഈ വലിച്ചും കീറി ഇട്ട് അവരായിട്ട് ഉപദ്രവിക്കുന്ന അത്ര ശരിയായ പരിപാടിയല്ല. അറ്റവും മുറിയും കേട്ടിട്ട് ഒരാളെ വിമർശിക്കുക.